എൻ്റെ പേര് ഹേരാദേശ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വായനാശീലത്തെ കുറിച്ചാണ്. വിദ്യാർത്ഥികളായ നമ്മുടെ വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുട്ടിയായിരിക്കുമ്പോൾ നാം അച്ഛനമ്മമാരിൽ നിന്നും കണ്ടും കേട്ടും അറിവ് നേടുന്നു. പിന്നീട് വിദ്യാലയത്തിൽ എത്തുമ്പോൾ നാം അക്ഷരങ്ങളിലൂടെ അധ്യാപകരിലൂടെ സ്വയം അറിവ് നേടാൻ പ്രാപ്തരാകുന്നു. അതെ, ശരിയായ വായനാശീലത്തിലൂടെ മാത്രമേ നമുക്ക് അറിവിൻ്റെ ജാലകങ്ങൾ തുറക്കാൻ സാധിക്കുകയുള്ളൂ. എത്രയെത്ര മഹാന്മാരാണ് വായനയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. വായിക്കുന്നതിനിടയിലോ വായിച്ചു കഴിഞ്ഞു ചില ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് വായിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനും ചിന്താശേഷി വർദ്ധിപ്പിക്കാനും കഴിയുന്നത്. ഇത് കുട്ടികളുടെ മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു. വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ നാം തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരെ പോലെയാണ്. നാം അറിയാതെ നമ്മെ നന്നാക്കാനും ചീത്തയാക്കാനും അവർക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് വായിച്ചറിവ് നേടണം. അറിവ് തിരിച്ചറിവായിരിക്കണം. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് താൻ നേടിയ പകുതി അറിവ് വായനയിലൂടെയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മലയാളത്തിൻ്റെ പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷ് വായനയെ വിശേഷിപ്പിച്ചത് മനുഷ്യൻ്റെ വാസനയെ വളർത്തിയെടുക്കാനുള്ള വളമായിട്ടാണ്. വായനാശീലം കുറഞ്ഞവരെ അദ്ദേഹം നർമ്മത്തിലൂടെ പരിഹസിക്കുന്നതും ഇങ്ങനെയാണ്: വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. ഇനി മുതൽ നമുക്ക് വായിച്ചു തുടങ്ങാം. നമ്മുടെ സംസ്കാരം വളർത്താം, ജീവിത വിജയം കരസ്ഥമാക്കാം. നന്ദി.